ദോഹയിലെ ആക്രമണത്തിൽ ഹമാസിന്റെ പ്രധാന നേതാക്കൾ ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. ഇസ്രായേലി മാധ്യമങ്ങളാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്. അതിനിടെ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി മറ്റന്നാൾ നടക്കുമെന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അശ്വജിത് സി ചേർന്നുണ്ട്. അശ്വജിത്, ഇപ്പോൾ ഈ ഒരു ഒരാളും, അതായത് ഹമാസിന്റെ പ്രധാന നേതാക്കൾ ആരും തന്നെ കൊല്ലപ്പെട്ടിട്ടില്ല എന്നൊരു സ്ഥിരീകരണം വരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതേപോലെ പശ്ചിമേഷ്യയിൽ വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഖത്തർ ഒരു മറുപടി കൊടുക്കുമോ, ഒരു തിരിച്ചടി കൊടുക്കുമോ എന്നുള്ളതും. ഈ രണ്ട് കാര്യങ്ങളുടെയും വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അശ്വജിത്ത്? ജയലക്ഷ്മി, ഗുഡ് മോർണിംഗ്. നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് വന്നാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഹമാസ് വ്യക്തമാക്കിയതാണ് ഇസ്രായേൽ ഉന്നമിട്ട ഖലീലുൽ ഹയ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരും തന്നെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല എന്നത്. അത് ഇസ്രായേലിന്റെ പ്രതിരോധ ഏജൻസികളും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും. ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും, ഹമാസിന്റെ മുഖ്യധാരയിലുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന നേതാക്കൾ ആരും തന്നെ കൊല്ലപ്പെട്ടിട്ടില്ല. അവിടെ ആ സ്ഥലത്തുണ്ടായിരുന്ന ചില മറ്റ് അംഗരക്ഷകരും ഓഫീസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ചില വ്യക്തികളും മാത്രമാണ് കൊല്ലപ്പെട്ടത് എന്നതാണ് ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏറെക്കുറെ അത് ഈ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ആ റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന് വലിയ പ്രതിരോധമാണ് അന്താരാഷ്ട്ര തലത്തിൽ നേരിടുന്നത്. ദോഹയിലെ ആക്രമണത്തിന് ലക്ഷ്യം കാണാനായില്ല, അല്ലെങ്കിൽ ആക്രമണത്തിന്റെ ഉദ്ദേശം പൂർണ്ണമായി നേടാനായില്ല എന്നത് അവരെ സംബന്ധിച്ചൊരു തിരിച്ചടിയുമാണ്. ഇനി ജയലക്ഷ്മി സൂചിപ്പിച്ച രണ്ടാമത്തെ വിഷയത്തിലേക്ക്, മറ്റന്നാൾ, അതായത് ഈ ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി ഖത്തറിൽ ചേരാനിരിക്കുന്ന അറബ് ഇസ്ലാമിക് അടിയന്തര ഉച്ചകോടി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കും. ഇസ്രായേലിന് ഏത് തരത്തിലുള്ള ഒരു മറുപടിയാണ് നൽകേണ്ടത് എന്ന് ഖത്തറിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു തീരുമാനം എടുക്കാനാണ് സാധ്യത. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു സൈനിക നടപടി ആ തരത്തിലേക്ക് ആവാൻ സാധ്യതയില്ല. മറ്റ് തലങ്ങളിൽ ഏതെല്ലാം തരത്തിലായിരിക്കും ഇതിനൊരു മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ തീരുമാനം വരാനിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വിവരം കൂടെ പങ്കുവയ്ക്കാം. അതായത് കഴിഞ്ഞ ട്രംപിന്റെ ഭരണകാലത്ത്, ഇതിനു മുമ്പ് വന്ന ട്രംപിന്റെ ഭരണകാലത്ത് അദ്ദേഹം തന്നെ മധ്യസ്ഥതയിൽ വന്ന അബ്രഹാം ഉടമ്പടി, അത് പ്രകാരമാണ് ഈ അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള ബന്ധമൊക്കെ കുറെ കൂടെ സുഗമമാകുകയും നയതന്ത്ര ബന്ധങ്ങളൊക്കെ തുടങ്ങുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതിന് ഒരു വലിയ തോതിലുള്ള ഒരു കോട്ടം ഈ ആക്രമണത്തോടെ, ദോഹ ആക്രമണത്തോടെ വന്നിട്ടുണ്ട്. അത് ഇനി ഏത് തരത്തിലാവും തുടർന്ന് വരിക എന്നുള്ളത്, അല്ലെങ്കിൽ തുടർന്ന് അതിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും, അറബ് രാജ്യങ്ങളുടെയും ഇസ്രായേലിന്റെയും ഒക്കെയുള്ള ഒരു ഭാവി എങ്ങനെയായിരിക്കും, ആ ബന്ധത്തിലുള്ള ഭാവി എങ്ങനെയായിരിക്കും എന്ന് ഈ നാളെയും മറ്റന്നാളുമായി. ഖത്തറിനെ സംബന്ധിച്ച് ഖത്തർ ഒരു നെഗോസിയേഷൻ രാജ്യമാണ്. അതായത് യുക്രൈൻ റഷ്യ യുദ്ധത്തിലൊക്കെ തന്നെ ഒരു മധ്യസ്ഥത വഹിക്കാൻ മുന്നിട്ട് നിന്ന ഒരു രാജ്യമാണ് ഖത്തർ. അപ്പോൾ ഈ ഒരു ആക്രമണത്തിൽ ഒരു സൈനികപരമായ തിരിച്ചടി ഉണ്ടാകില്ല എന്ന് നമ്മൾ പറയുന്നതും ആ ഒരു കാര്യം ചേർത്ത് വായിച്ചുകൊണ്ടാകും അല്ലേ അശ്വജിത്ത്? തീർച്ചയായിട്ടും. അത് ഈ അറബ് ഉച്ചകോടിയിൽ, അല്ലെങ്കിൽ നാളെ മറ്റന്നാളും തിങ്കളും ഞായറുമായി നടക്കാൻ പോകുന്ന ചർച്ചകളിലൊക്കെ തന്നെയും ഈ ഇസ്രായേലിനൊരു സൈനിക നടപടി അല്ലെങ്കിൽ സൈനികമായ മറുപടി എന്ന തലത്തിലേക്കാവില്ല, മറിച്ച് ഈ അറബ് രാജ്യങ്ങളുടെ സഹകരണത്തിൽ ഇതിന് ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രായേലിനെ ഏത് വിധത്തിൽ പ്രതിരോധിക്കാം, ഈ വിഷയത്തിൽ ഇസ്രായേലിനെ ഏത് തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താം, അല്ലെങ്കിൽ അമേരിക്ക കൂടെ ഈ വിഷയത്തിൽ ഇസ്രായേലിനെ കൈവിടുന്ന സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് കൂടുതൽ പ്രതിരോധമാണ് ഈ ഉച്ചകോടി കഴിയുന്നതോടുകൂടി വരാനുള്ള സാധ്യത. അശ്വജിത്ത്, അതേപോലെ തന്നെ ഈ ഒരു അമേരിക്കയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, അമേരിക്കയുടെ വ്യോമതാവളം ഖത്തറിലുണ്ട്. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത്, ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഖത്തറിനെ കാര്യം അറിയിച്ചിരുന്നു എന്നും പറയുന്നത്. പക്ഷേ ഇത് ആക്രമണം നടന്നതിന് ശേഷമാണ് എന്നുള്ളതാണ് ഖത്തറിന്റെ ഭാഗത്തുള്ള ഒരു സ്ഥിരീകരണം. അപ്പോൾ ട്രംപിന്റെ വിശദീകരണങ്ങൾ അത് വിശ്വാസത്തിലെടുക്കാൻ പാകമാണോ അശ്വജിത്ത്? ട്രംപ് കഴിഞ്ഞ ദിവസം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെടുകയും അതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായി പ്രതിഷേധം, അല്ലെങ്കിൽ ഒരു കടുത്ത സ്വരത്തിൽ തന്നെ അതൃപ്തി അറിയിക്കുകയും ചെയ്തു എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഈ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കുക എന്നത് ഈ ഘട്ടത്തിൽ അനിവാര്യമായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ഈ ഇസ്രായേലിനെ ഏറെക്കുറെ തള്ളിപ്പറഞ്ഞ, പരിപൂർണമായിട്ടല്ല എങ്കിൽ പോലും ഏറെക്കുറെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത്. ഇന്ന് കഴിഞ്ഞ രാത്രിയിൽ, അതായത് ഇന്ന് നമ്മുടെ ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെയായി ട്രംപിൻ്റെതായ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. ഈ ആക്രമണം, ദോഹയിലെ ആക്രമണം, ഈ ബന്ദി മോചന ചർച്ചകൾ അല്ലെങ്കിൽ ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ഖത്തറിന്റെ മധ്യസ്ഥതയിൽ കൂടെ നടക്കുന്ന ചർച്ചകൾക്ക് അത് പ്രതികൂലമായി ബാധിച്ചേക്കാം എന്നൊരു പ്രസ്താവന കൂടെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നുണ്ട്. അമേരിക്കയുടെ നിലപാട് നിലവിൽ ഈ ആക്രമണത്തെ തള്ളിപ്പറയുന്നു എങ്കിൽ പോലും അത് എത്രത്തോളം ശാശ്വതമാണ്, അല്ലെങ്കിൽ എത്രത്തോളം സോളിഡാണ്, എത്രത്തോളം അതൊരു വ്യക്തതയുണ്ട് എന്ന് ഇപ്പോഴും നമുക്ക് വായിക്കാൻ കഴിയും. ശരി അശ്വജിത്ത്, എന്തായാലും ഈ ഒരു ഇസ്രായേൽ
ആക്രമണത്തിൽ ഹമാസിന്റെ പ്രധാന നേതാക്കൾ ആരും തന്നെ കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. ഇസ്രായേലി മാധ്യമങ്ങളാണ് ഈ ഒരു വിവരങ്ങൾ പുറത്തുവിട്ടതും. ഈ ഒരു അടിയന്തര ഉച്ചകോടി, അതായത് അറബ് ഇസ്ലാമിക് ഉച്ചകോടി മറ്റന്നാളാണ് നടക്കുക. അശ്വജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.